കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിന് വേണ്ടിയുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ ഡിസഡ്വാൻറ്റേജുമായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കാരണം പല പ്രശ്നങ്ങളും മൂലം നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ മറ്റ് ക്ലബ്ബുകളെ പോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനി അവശേഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ കോച്ചായി വെസ്റ്റ്വുഡ് തുടർന്നേക്കുമെന്നതിനാൽ ബാക്കിയുള്ള സമയം നമുക്ക് ഇനിയും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ 10-15 സൈനിങ്ങുകൾ ആവശ്യമില്ല. പകരം നിലവിലുള്ള സ്ക്വാഡിലെ ആരെയൊക്കെയാണ് കോച്ചിന് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി അവർക്കൊപ്പം കോച്ച് ആവശ്യപ്പെടുന്ന പ്രൊഫൈലുള്ള താരങ്ങളെ എത്തിച്ചാൽ മതിയാവും. നിലവിലുള്ള നമ്മുടെ കോർ പരിശോധിച്ചാൽ അഡ്രിയാൻ ലൂണ, വിപിൻ മോഹൻ, വികാസ് ശുംനം, ഹോർമിപ്പ, ഫ്രെഡി, കൗറവ് സിംഗ്, ശ്രീകുട്ടൻ, എബിൻ ദാസ്, അർഷ്, സുമിത് ശർമ്മ, ടൈസൺ, അദ്നാൻ, അമാവ്യ എന്നീ താരങ്ങളുണ്ട്. പുതിയ താരങ്ങളുടെ കാര്യത്തിൽ വെസ്റ്റ്വുഡിന്റെ സിസ്റ്റത്തിന് ആവശ്യമാകുന്ന പ്രൊഫൈലുകൾ പരിഗണിക്കാം. വെസ്റ്റ്വുഡ് കൂടുതലായും 4-4-2 ഫോർമേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ 2 സ്ട്രൈക്കേഴ്സ് മുന്നിലും പിന്നിൽ 4 മിഡ്ഫീൽഡേഴ്സ് എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിഡ്ഫീൽഡിൽ വർക്ക് റേറ്റും ഡിഫൻസിൽ ഫിസിക്കാലിറ്റിയും വേണമെന്നാണ്. ഗോൾ കീപ്പർ പൊസിഷനിൽ നിലവിൽ അർഷാണ് നമ്പർ 1. പക്ഷേ സച്ചിൻ പോയതുകൊണ്ട് അവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. വേണമെങ്കിൽ അവിടേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിലേക്ക് നമുക്ക് പോകാം. അതല്ല എങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു യങ് ഗോൾ കീപ്പറിനെ നോക്കാം. സെന്റർ ബാക്ക് പൊസിഷൻ ഇവിടെ ഫാലുവിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. ഇനി ഫാലു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി സെന്റർ ബാക്ക് വേണം. വെസ്റ്റ്വുഡിന്റെ സിസ്റ്റത്തിൽ സ്ലോ ആയ ട്രഡീഷണൽ ആയ സെന്റർ ബാക്കിനേക്കാൾ നമുക്ക് വേണ്ടത് ഫാസ്റ്റ് ആയ, ഫിസിക്കാലിറ്റി ഉള്ള, അഗ്രസീവായ, ഏരിയലി സ്ട്രോങ് ആയ, സ്പേസ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സെന്റർ ബാക്കിനെയാണ്. വെസ്റ്റ്വുഡിന്റെ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ ഒന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനാണ്. ഈ പൊസിഷൻ ഫിക്സ് ചെയ്താൽ ടീമിന്റെ ബാലൻസ് തന്നെ മാറ്റാൻ അത് സഹായിക്കും. അയാൾ ഗോൾ നേടുന്ന ഒരു പ്ലെയർ ആകണമെന്നില്ല, പക്ഷേ ബോൾ നഷ്ടപ്പെടുമ്പോൾ റിക്കവർ ചെയ്യുന്ന, ഫുൾ ബാക്കുകൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്പേസ് കവർ ചെയ്യുന്ന, സിമ്പിളായി ഗെയിം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറെയാണ് നമുക്ക് അവിടെ ആവശ്യം. അടുത്ത പൊസിഷൻ വളരെ ക്രൂഷ്യലാണ്, നമ്മുടെ ലൂണാസ് പൊസിഷൻ. ആൾക്ക് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റീവ് ബ്രെയിൻ ലൂണ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ലൂണയുടെ ജോലിഭാരം കുറയ്ക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ അയാൾക്കൊപ്പം കൊണ്ടുവരിക എന്നതാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നമ്മൾ ലൂണയിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇനി അത് മാറണം. അതിനായി ലൂണയ്ക്ക് മുമ്പിൽ നല്ലൊരു സ്ട്രൈക്കറും ഇരുവശങ്ങളിൽ വേഗതയുള്ള പ്ലെയേഴ്സും മിഡ്ഫീൽഡിൽ ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്ലെയേഴ്സും ആവശ്യമാണ്. സ്ട്രൈക്കറുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും വലിയൊരു ഡിസിഷൻ തന്നെ അവിടെ വേണ്ടി വരും. സീസണിൽ ഒരു 10-12 ഗോളുകൾ നേടുന്ന പ്ലെയറിനെ ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് വെസ്റ്റ്വുഡിന്റെ സിസ്റ്റത്തിലെ റെസ്പോൺസിബിലിറ്റി കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലാണ്. അതായത് ബോൾ ഹോൾഡ് ചെയ്യുക, സെൻറ്റർ ബാക്കുകളെ ഒക്കുപൈ ചെയ്യുക, ലോങ് ബോൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, മിഡ്ഫീൽഡേഴ്സിനെ ഗെയിമിലേക്ക് കൊണ്ടുവരിക, ബിഹൈൻഡ് ദ ഡിഫൻസ് റൺ കണ്ടെത്താൻ കഴിയുന്ന, ഓഫ് കോഴ്സ് ഗോൾ അടിച്ച് ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു കംപ്ലീറ്റ് നമ്പർ 9 നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു എക്സൈറ്റിംഗ് ഫോറിൻ വിങ്ങറാണ്. പേസുള്ള, ഒപ്പോണൻസിന് ഫുൾ ബാക്കുകളെ 1v1 സിറ്റുവേഷനിൽ ബീറ്റ് ചെയ്യുന്ന, ബോൾ കിട്ടിയാൽ ഗോളിലേക്ക് പോകുന്ന ഒരു എക്സൈറ്റിംഗ് പ്ലെയറെ നമുക്ക് ആവശ്യമാണ്. ഫൈനലി 6th ഫോറിൻ സ്ലോട്ട്. അവിടേക്ക് നമ്പർ 8, നമ്പർ 10 ഹൈബ്രിഡ് പ്ലെയർ ആണ്. അതായത് നമ്പർ 8ന്റെ വർക്ക് റേറ്റും നമ്പർ 10ന്റെ ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ. അങ്ങനെയുള്ള ഒരു പ്ലെയർ വന്നാൽ നമുക്ക് ലൂണയെ റീപ്ലേസ് ചെയ്യാനും ഈ ഒരു പ്ലെയറെ കൊണ്ട് കഴിയും. ലൂണയ്ക്ക് ഇപ്പോൾ എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇവനെ കളത്തിലേക്ക് ഇറക്കാൻ പറ്റും. ലൂണക്കൊപ്പം ഇവനെ നമ്പർ 8 ആയിട്ടും കളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഡൊമസ്റ്റിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ, ഫുൾ ബാക്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു CB, യങ് വിങ്ങർ എന്നീ പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പൊസിഷനിൽ നിന്നൊക്കെ താരങ്ങൾ സമ്മറിൽ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വെസ്റ്റ്വുഡിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ എത്തിക്കാൻ മാത്രം മതി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.